തങ്ങളുടെ ഹൃദയം സന്തോഷിക്കുകയും ഖൽബ് സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്ത രാവുകളാണ് വരാനിരിക്കുന്ന രാവുകൾ. മാഷാ അല്ലാഹ്. ഇന്ന് നമ്മുടെ വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് ആ വല്ലാത്ത ഇസ്രാ മിഅ്റാജിന്റെ രാവാണ്. നാളെ രാത്രി നമുക്കതിന്റെ രാവാണ്. അല്ലാഹുവിനെ കണ്ട രാവ്, റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തന്റെ സ്വശരീരവുമായി നാഥനായ റബ്ബിന്റെ അടുക്കലേക്ക് പോയി അല്ലാഹുവിനെ കണ്ടു. നഗ്നനേത്രങ്ങളെ കൊണ്ട് കണ്ടു. ഒരു ചെരുപ്പും അതിന്റെ വാറും എത്രമാത്രം അടുത്തു നിൽക്കാൻ കഴിയുമോ, എത്രമാത്രം അടുത്തിട്ടുണ്ടോ അത്രമാത്രം അല്ലാഹുവും അവന്റെ റസൂലും അടുത്തിരുന്നു. നാഥനായ റബ്ബിനെ കണ്ടു. ഏറ്റവും മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ ഖൽബ് സന്തോഷിച്ച രാവല്ലേ, ഖൽബ് ആനന്ദിച്ച രാവല്ലേ. എത്രമാത്രമാണ് അതിന്റെ ഗുണങ്ങള്. അല്ലാഹുവിന് എത്രമാത്രം വലിയ സ്നേഹമാണ്, എത്രമാത്രം വലിയ മഹബ്ബത്താണ്. ഏതൊരു ഘട്ടത്തിലാണ് അല്ലാഹുവിന്റെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോകുന്നത്? മുഅ്മിനീങ്ങളെ, ഞാൻ ഞെട്ടിക്കൊണ്ടുപോകുന്നില്ല. നാളത്തെ പവിത്രമായ രാവ് നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നമുക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ട്. നമുക്ക് ആ പവിത്രമായ ദിവസത്തിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് 27ന്റെ പകലിൽ നമുക്ക് നോമ്പ് നോൽക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കഴിയുന്നവർക്ക് നോമ്പ് നോൽക്കാം. വലിയ പുണ്യമേറിയ രാവല്ലേ. അല്ലാഹനെ കണ്ട രാവ് അതിനേക്കാളും വലിയ മഹത്വമുണ്ടോ? നോമ്പുകാർക്കുള്ള ഏറ്റവും വലിയ സന്തോഷമൊന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണെന്നല്ലേ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. എന്തൊരു ആനന്ദമാണ് വൈകുന്നേരം മഗ്രിബിന്റെ സമയമാകുമ്പോ വിഭവങ്ങളെല്ലാം ഒരുക്കി വെച്ച് കാത്തു നിൽക്കാറില്ലേ? ഞാൻ ആ വിഷയം കൂടുതൽ എടുത്തു പറഞ്ഞാൽ നിങ്ങളുടെ വായിൽ വെള്ളം വന്നാലോ എന്ന് വിചാരിച്ചത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അല്ലേ? അതെന്തൊരു ആനന്ദമാണ് നോമ്പുകാർക്ക് ലഭിക്കുന്ന വല്ലാത്തൊരു സുഖം. അത് അനുഭവിച്ചവർക്ക് മാത്രമല്ലേ അറിയുകയുള്ളൂ. ആ സമയം എന്തൊരു ആനന്ദമുള്ള സമയമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നാലും ആ സമയമാകുമ്പോൾ മുഴുവൻ പട്ടിണികളും മറന്നു പോകുന്ന രൂപത്തിൽ ഒരു ആത്മീയമായ സുഖം നമുക്ക് ലഭിക്കുകയാണ്. വല്ലാത്തൊരു ആനന്ദം നമുക്ക് ലഭിക്കുകയാണ്. എന്നാൽ അതിനേക്കാളും വലിയ സന്തോഷം, നോമ്പുകാർക്കുള്ള സന്തോഷം, അല്ലാഹുവിനെ കാണുമ്പോഴുള്ള സന്തോഷമാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിനെ കണ്ടുവല്ലോ. അപ്പോൾ മുത്തു റസൂലുള്ളാഹിന്റെ ഖൽബ് എത്രമാത്രം സന്തോഷിച്ചിട്ടുണ്ടാകും. എത്ര വലിയ സന്തോഷം. അല്ലാഹു വെറുതെ കൊണ്ടുപോയതല്ല. എല്ലാത്തിനും ചില കാര്യകാരണങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിന് സമാധാനം കൊടുക്കണം. ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളും സമയങ്ങളുമാണ് കഴിഞ്ഞു പോകുന്നത്. അല്ലാഹുവിന്റെ റസൂലിന് നേരെ ശത്രുക്കൾ ഒരു ഭാഗത്തെ ശക്തമായി തിരിയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും വലിയ അഭയവും വലിയ കേന്ദ്രവും വലിയ സമാശ്വാസത്തിന്റെ വാക്കുകളുമായിരുന്ന മഹദിയായ ഉമ്മ ബീവി ഹാജറ ബീവി ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹാ ഈ ലോകത്തോട് വിട പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വേദന എത്രയാണ്, എത്രമാത്രം അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞ വേറൊരു മരണമുണ്ടായില്ല. ഖദീജ ഉമ്മാന്റെ വഫാത്തിന്റെ വേളയിലാണ് അല്ലാഹുവിന്റെ റസൂല് വല്ലാതെ അങ്ങ് കരഞ്ഞത്. കരഞ്ഞ് കരഞ്ഞ് കണ്ണുകൾ കലങ്ങി. അല്ലാഹുവിന്റെ റസൂല് എത്രയാ കരഞ്ഞത്. ഖദീജ ഉമ്മാന്റെ വഫാത്തിന്റെ വേള ഒരിക്കലും മുത്തു റസൂലുള്ളാഹി തങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തതായിരുന്നു. എല്ലാവരും മുത്തു റസൂലുള്ളാഹി തങ്ങൾക്കെതിരെ തിരിഞ്ഞ ഘട്ടത്തില്
ആ പൊന്നാര ഉമ്മ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ ധീരമായി പ്രഖ്യാപിച്ചു. എന്തിനാണ് പാവപ്പെട്ടവനായ ദരിദ്രനായ ഒന്നിനും പതേ വകയില്ലാത്ത ഈ പാവപ്പെട്ട മുഹമ്മദിനെ എന്തിനാണ് കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചപ്പോ ഖദീജ ഉമ്മ ചെയ്ത പ്രവർത്തനം എന്താണ്? എല്ലാ ശത്രുക്കളെയും ഒരുമിച്ച് കൂട്ടുകയാണ്. മക്കയിലെ എല്ലാ പ്രമുഖന്മാരെയും ഒരുമിച്ച് കൂട്ടുന്നു. എല്ലാ തറവാടുകാരെയും എല്ലാ പ്രമാണിമാരെയും എല്ലാവരും വന്നിരുന്നപ്പോ ഖദീജ ഉമ്മ അവരുടെ മുന്നിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ്, എന്റെ സമ്പത്ത് മുഴുവനും ഈ നിമിഷം മുതൽ എന്റെ റസൂലുള്ളാഹി തങ്ങളുടെ സമ്പത്താണ്. ഒറ്റ നിമിഷം കൊണ്ട് മക്കയിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉമ്മയുടെ സ്നേഹം എത്രയാണ്, ആ ഉമ്മയുടെ സ്നേഹലാളന എത്രയാണ്. ആ ഉമ്മ പിന്നീട് വഫാത്തായപ്പോ ആ ഉമ്മ ധരിച്ച ഒരു മാല ബീവി സൈനബ റളിയല്ലാഹു അൻഹ ആ മാലയതാ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ബദർ യുദ്ധത്തിന്റെ വേളയിലെ സൈനബ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവിനെ യുദ്ധത്തടവുകാരനായി പിടികൂടുകയാണ് അബുൽ ആസിനെ. ആ സമയത്ത് മോചനദ്രവ്യമായി ആ ഭർത്താവായ സൈനബ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അന്ന് അതേ അല്ലാഹുവിന്റെ ദീനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അന്ന് ശത്രുക്കളുടെ ഭാഗത്തായിരുന്നു. പക്ഷേ മോചനദ്രവ്യമായി ആ സ്വർണത്തിന്റെ മാല സൈനബ ബീവി കൊടുക്കുകയാണ്. ആ സ്വർണത്തിന്റെ മാല മുത്തു റസൂലുള്ളാഹിന്റെ കയ്യിൽ കിട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിലൂടെ കണ്ണുനീറുകൾ ധാരധാരയായി ഒഴുകിയില്ല. എന്റെ ഖദീജ ധരിച്ച സ്വർണമാലയാണ് എന്റെ ഖദീജ, എന്റെ ഖദീജ എന്ന് പറഞ്ഞ വേളകൾ എത്രമാത്രമാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതിനുശേഷം ഉമ്മയുടെ വഫാത്ത് സഹിക്കാൻ കഴിയാതെ നിൽക്കുമ്പോഴാണ് വലിയ സഹായിയും അള്ളാഹുവിന്റെ റസൂലിന്റെ ശത്രുക്കൾക്കിടയിൽ സംരക്ഷണ വലയം തീർത്ത അബൂ ത്വാലിബ് എന്ന് പറയുന്ന മുത്തു റസൂലുള്ളാഹിന്റെ ബാപ്പാന്റെ സഹോദരൻ ഈ ലോകത്തോട് വിട പറയുകയാണ്. രണ്ട് മരണം ആമുൽ ഹുസ്ൻ എന്നാണ് ആ കാലഘട്ടത്തെ കുറിച്ച് അറിഞ്ഞത്. അന്നുള്ള വേദന എത്രമാത്രം വലിയ വേദനയാണ്. വേണ്ടപ്പെട്ട രണ്ട് ആളുകൾ ലോകത്തോട് വിട പറയുമ്പോഴുണ്ടാകുന്ന വേദന, ആ വേദനയുടെ ഘട്ടത്തിലാണ് അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ വേദനിക്കണ്ട, നിങ്ങൾ പ്രയാസപ്പെടണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളുടെ കൂടെ ആയിരക്കണക്കിന്, അതേ പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് അംബിയാ മുർസലീങ്ങളുണ്ട്. നിങ്ങളുടെ കൂടെ കോടിക്കണക്കിന് മലക്കുകളുണ്ട്. നിങ്ങൾക്ക് ഒരുക്കി വെച്ചത് പറുദീസകളാണ്. നിങ്ങൾ കാണാനിരിക്കുന്നത് ആനന്ദങ്ങളാണ്. എന്തൊക്കെ വലിയ അത്ഭുതങ്ങളാണ് അള്ളാഹുവിന്റെ റസൂലിനെ കാണിക്കുന്നത്. പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോ പ്രയാസപ്പെടണ്ടടാ, വേദനിക്കണ്ടടാ എന്ന് പറയാൻ നമുക്കൊരു കൂട്ടുകാരനുണ്ടെങ്കിൽ എത്ര വലിയ സമാശ്വാസമാണല്ലേ മുഅ്മിനീങ്ങളെ. നീ വേദനിക്കണ്ട. അങ്ങനെയുള്ള നല്ല വർത്തമാനങ്ങളാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. വിഷമങ്ങൾ അനുഭവിക്കുന്നവരുടെ കൂടെ നിൽക്കണം. പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർക്ക് സമാധാനമാകണം. ഭർത്താവിന് ഭാര്യ സമാധാനമാകണം, ഭാര്യയ്ക്ക് ഭർത്താവ് സമാധാനമാകണം, മക്കൾക്ക് മാതാപിതാക്കൾ സമാധാനമാകണം, മാതാപിതാക്കൾക്ക് മക്കൾ സമാധാനമാകണം, കൂട്ടുകാരൻ കൂട്ടുകാരനിക്ക് സമാധാനമാകണം. എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും കൈപിടിക്കാൻ ഒരാളുണ്ടായാൽ ലഭിക്കുന്ന ആശ്വാസം എത്ര വലുതാണ്. അല്ലാഹുവിന്റെ റസൂലിനെ, അല്ലാഹുവിന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബ് വേദനിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമായില്ല. കൊണ്ടുപോവുകയാണ് പരിശുദ്ധമായ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്ന് അല്ലാഹുവിന്റെ അടുക്കലേക്ക് സിദ്റത്തുൽ മുൻതഹയിലേക്ക് കൊണ്ടുപോവുകയാണ്. മസ്ജിദുൽ അഖ്സയിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ കാണുന്നത് ആരെയാ? ലക്ഷക്കണക്കിന് വരുന്ന അംബിയാ മുർസലീങ്ങളെയാണ്.
മലായിക്കത്തുകളെയാണ്. ആകാശലോകത്തേക്ക് കയറി ചെല്ലുമ്പോ ഓരോ ആകാശലോകത്തും സ്വീകരിക്കാൻ നേരത്തെ ഭൂമി ലോകത്ത് കണ്ട അമ്പിയാക്കൾ തന്നെ സ്വാഗതമോദാൻ അവിടെ കാത്തു നിൽക്കുകയാണ്. മാഷാ അല്ലാഹ്. പിന്നീട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഇനി അങ്ങോട്ട് എനിക്ക് വരാൻ കഴിയൂല, എന്റെ ചിറകുകൾ കരിഞ്ഞു പോകും. ഇത്രമാത്രം വലിയ പവിത്രമായ ലോകത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അള്ളാഹുവിനെ കണ്ടു, നഗ്നനേത്രങ്ങളെ കൊണ്ട് കണ്ടു. കണ്ട ഉടനെ അള്ളാന്റെ റസൂൽ തിരുമുൽക്കാഴ്ച സമർപ്പിക്കുകയാണ്. ഏതൊരു അതിഥിയെയും കാണാൻ പോകുമ്പോ ആ അതിഥിക്കൊരു സമ്മാനം കൊടുക്കണ്ടേ? അതാണ് അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാത്തു ലില്ലാഹ്. അല്ലാഹുവിനെ സമ്മാനമായി കൊടുത്തപ്പോ അല്ലാഹു ഇങ്ങോട്ട് സലാം പറയുകയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സന്തോഷത്തിന്റെ വേളയിൽ നമ്മൾ പലതും മറന്നു പോകാറില്ലേ? അള്ളാന്റെ റസൂല് ഉമ്മത്തിനെ മറന്നില്ല. വഅലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എനിക്ക് മാത്രം നിന്റെ രക്ഷ പോരെ റബ്ബേ, എന്റെ ഉമ്മത്തിലെ നല്ലവർക്കും നിന്റെ രക്ഷ വേണം അല്ലാ എന്ന് പറഞ്ഞ് സന്തോഷത്തിന്റെ സമയത്തിലും ഉമ്മത്തിനെ മറക്കാത്ത റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലം ആ പവിത്രമായ 5 വക്ത് നിസ്കാരം സമ്മാനമായി കൊടുത്ത രാവാണ്. പരിശുദ്ധമായ നിസ്കാരത്തിന്റെ വാർഷിക രാവാണ്. അള്ളാഹുവിന്റെ റസൂലിന് അല്ലാഹു കൊടുത്ത അമൂല്യമായ സമ്മാനമാണ്. ആ സമ്മാനം ഉമ്മത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഗുണമല്ലേ? അതൊരു നിസ്സാരമായ കാര്യമല്ല. അത് അല്ലാഹു നമുക്ക് തന്ന ഒരു വലിയ സമ്മാനമാണ്. അല്ലാഹു നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ് കാണിച്ചു തന്നത്. 5 വക്ത് നിസ്കാരം ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമുക്ക് ദുആയിലേക്ക് കടക്കാനുണ്ട്. ദിക്റുകളും സ്വലാത്തുകളും ഹദ്ദാദും അസ്മാഉൽ ഹുസ്നയും എല്ലാം ചൊല്ലിയ ഈ പുണ്യമേറിയ രാവിൽ നമുക്ക് അല്ലാഹുവിലേക്ക് കൈകൾ നീട്ടണം. അല്ലാഹു തന്ന ഏറ്റവും നല്ല സമ്മാനം, ആ സമ്മാനം അല്ലാഹു തന്ന സമ്മാനമാണ്. സമ്മാനം കൊടുത്തത് മുത്തു റസൂലുള്ളാഹി തങ്ങൾക്കാണ്. അത് സ്വീകരിക്കേണ്ടവർ ആ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്താണ്. ആ ഉമ്മത്തായ നമുക്ക് ആ സമ്മാനം തന്നിട്ട് നമ്മൾ ആ സമ്മാനത്തിന് ഒരു പുല്ല് വില പോലെ കൽപ്പിക്കുന്നില്ല എങ്കിൽ നമ്മളെക്കാളും അധമന്മാരായ, നമ്മളെക്കാളും മോശക്കാരായ ആളുകൾ വേറെ ആരാണുള്ളത്? അല്ലാഹു ഇത്രയും അമൂല്യമായൊരു നിധി 5 വക്ത് നിസ്കാരം ഒരാൾ നിസ്കരിച്ചാൽ അവർ സ്വർഗത്തിലാണ്. അവരുടെ ശരീരത്തിൽ ഒരു പാപങ്ങളില്ല. അയാൾക്ക് മരിക്കുമ്പോ ഈമാനോടുകൂടെ മരിക്കാൻ കഴിയും. അയാൾ മഹ്ശറ വൻസഭയിൽ ആദ്യമായി ചോദ്യം ചെയ്യുന്നത് ആ നിസ്കാരത്തെ കുറിച്ചാണ്. നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ കൃത്യമായി അതിന് മറുപടി പറയാൻ കഴിയും. അള്ളാഹുവിന്റെ കോടതിയിലെത്തിയാൽ നിസ്കരിച്ചവരെ മാറ്റി നിർത്തുകയാണ്. പോയിക്കോ ഗ്രീൻ ചാനലിലൂടെ സ്വർഗത്തിലേക്ക് എന്ന പ്രഖ്യാപനം വരികയാണ്. ഇത്രയും അമൂല്യമായൊരു നിധി അള്ളാഹു നമുക്ക് തന്നിട്ട് ആ നിധിയെ വേണ്ട പോലെ ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത നമ്മൾ എത്രമാത്രം മോശക്കാരായി മാറുമല്ലേ? ഒരു മുഅ്മിനായ മനുഷ്യനെ അള്ളാഹു 5 വക്ത് നിസ്കാരിക്കാനുള്ള സമയവും അവസരവും കൊടുത്തിട്ട് അയാൾ അത് നിർവഹിക്കുന്നില്ല എങ്കിൽ അയാളുടെ മരണസമയം അയാൾ സൂക്ഷിക്കണം. സൂഉൽ ഖാതിമത്ത് സംഭവിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂഉൽ ഖാതിമത്ത് എന്ന് പറഞ്ഞാൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലാൻ കഴിയില്ല. എത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ്. മറ്റെല്ലാം അവിടെ മാറി നിൽക്കട്ടെ. ഭൗതികമായ നേട്ടങ്ങള്, ബറക്കത്ത്, ഇസ്സത്ത്, അന്തസ്സ്, അഭിമാനം, ആത്മീയമായ നേട്ടങ്ങൾ, ആത്മീയമായ ഉപകാരങ്ങൾ അതൊക്കെ അങ്ങ് മാറ്റിവെക്കുക എന്ന് കരുതുക. എന്നാലും മുഅ്മിനായി മരിക്കണ്ടേ? നിസ്കാരം ഒഴിവാക്കിയ ആൾക്ക് 5 വക്ത് നിസ്കാരം ഒഴിവാക്കിയവർ അവർ സൂഉൽ ഖാതിമത്ത് സംഭവിച്ചു പോകും. അതുകൊണ്ട് സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ.
ഈ പവിത്രമായ രാവുകൾ തീരുമാനമെടുക്കാനുള്ള രാവുകളാണ്. എത്ര ആളുകളാ തീരുമാനമെടുത്തത്? എത്ര ആളുകളാ നന്നായത്? എത്ര ആളുകളാ അല്ലാഹുവിലേക്ക് കൽബുകൾ തിരിച്ചു വച്ചത്? പക്ഷേ അപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന സൗഭാഗ്യത്തെ നമ്മൾ മറന്നു പോവുകയാണ്. അതുകൊണ്ട് ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോ, ഈ മഹത്തായ ഹദ്റത്തിൽ നിന്ന് പിരിയുമ്പോ തീരുമാനമെടുത്തോ, ഇൻഷാ അല്ലാഹ് ഇനിയുള്ള കാലഘട്ടം എനിക്കൊരു നിസ്കാരവും നഷ്ടപ്പെടൂല. ഒരു നിസ്കാരം നിർവഹിക്കുമ്പോ ഏതെങ്കിലും ഒരു നിസ്കാരം ഉണ്ടെങ്കിൽ അതും കൂടെ നിർവഹിക്കാം. അങ്ങനെയാണല്ലോ, അങ്ങനെയും ചെയ്യാമല്ലോ. അങ്ങനെ എത്ര ആളുകളുണ്ട്. ഞാൻ ഒരുപാട് ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്. അയാൾ ഒരു നിസ്കാരം, ഒരു ഇശാ നിസ്കരിച്ചാൽ പിന്നീട് 4 റക്അത്ത് വേറെ നിസ്കരിക്കുന്നത് കാണാം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് മോനേത്? പറഞ്ഞു, ഉസ്താദേ, ഞാൻ ഒരുപാട് നിസ്കാരം ഖളായി പോയിട്ടുണ്ട്. എനിക്കെല്ലാം പാടെ ഒന്നിച്ച് വിട്ടാൻ എനിക്ക് പ്രയാസമാണ്. അപ്പൊ അതിനുള്ള പരിഹാരം ഞാൻ കണ്ടെത്തിയതാണ്. ഒരു ഇശാ നിസ്കരിക്കുമ്പോ മറ്റൊരു ഇശാ നിസ്കാരം, ഒരു ളുഹർ നിസ്കരിക്കുമ്പോ മറ്റൊരു ളുഹർ, ഒരു അസ്ർ നിസ്കരിക്കുമ്പോ മറ്റൊരു അസ്ർ, ഒരു മഗ്രിബ് നിസ്കരിക്കുമ്പോൾ മറ്റൊരു മഗ്രിബ്, ഒരു സുബഹി നിസ്കരിക്കുമ്പോൾ മറ്റൊരു സുബഹ്. ഇത്രമാത്രം അല്ലാഹുവിന് ഇഷ്ടമാകും. അങ്ങനെ അങ്ങ് നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ മരിച്ചാലും അല്ലാഹു എല്ലാം പുറത്തു വരും. കാരണം നമ്മുടെ നിയ്യത്ത് നന്നാണ്. നിസ്കാരം പൂർണ്ണമായി ഖളാ വീട്ടണമെന്ന നിയ്യത്ത് നമ്മുടെ ഖൽബിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഇടയിൽ മരിച്ചാലും അല്ലാഹു നമുക്ക് പുറത്തു തന്നു എന്ന് വരും. അതുകൊണ്ട് നഷ്ടപ്പെട്ട നിസ്കാരങ്ങളെ വീണ്ടെടുത്ത് ഇനിയൊരു നിസ്കാരവും എനിക്ക് നഷ്ടപ്പെടുകയില്ല എന്ന നല്ല തീരുമാനത്തോടു കൂടെയാവണം ഈ മഹത്തായ അഴിത്തല വലികര മഖാമു റൂസിൽ നിന്ന് നമ്മൾ പിരിയുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഇവിടെ അൽഹംദുലില്ലാ എല്ലാ മതവിഭാഗങ്ങളും ഞാൻ അറിഞ്ഞെടുത്തോളം ഈ മഖാമിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് അൽഹംദുലില്ലാ ഇതര സഹോദര സമുദായങ്ങളിലെ അംഗങ്ങളാണ് എന്നറിഞ്ഞു. അങ്ങനെയാണ് ഒരുമയും സ്നേഹവും നല്ല ഐക്യവും ഈ നാട്ടിൽ കളിയാടുന്നുണ്ട് എന്നറിയുമ്പോഴുണ്ടാകുന്ന സന്തോഷം അത് വലുതാണ്. അള്ളാഹുവിന്റെ ദീൻ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഒരിക്കലും മതങ്ങൾക്കിടയിലോ മതവിശ്വാസികൾക്കിടയിലോ സ്പർദ്ധകളോ അവർക്കിടയിൽ അനൈക്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല. ഓരോ മതവിഭാഗങ്ങൾക്കും അവരുടെ മതവിഭാഗത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തെ ഭരണകൂടം അല്ലെങ്കിൽ ഈ രാജ്യത്തെ മഹത്തായ ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്നുണ്ട്. ആ ഭരണഘടന അനുശ്വാസിക്കുന്ന രൂപത്തിൽ നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളോട് പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഒന്നും പറയാതെ അവർക്ക് വേണ്ടതെല്ലാം അവർക്ക് കൊടുത്ത്, അവരിൽ പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവരെയും സഹായിച്ച്, അവർ ഭക്ഷണമില്ലാത്തവരാണോ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്ത്, അവർക്ക് എന്തെങ്കിലും രോഗങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടോ എങ്കിൽ അവരുടെ രോഗവിഷയങ്ങളിലും ഇടപെട്ട് അവരുടെ പ്രയാസങ്ങൾക്ക് സമാധാനം നൽകി അങ്ങനെ പരസ്പരം സ്നേഹിച്ച് സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു ജീവിത രീതിയെയാണ് അള്ളാഹുവിന്റെ ദീൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ആ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ പടയങ്കി ഒരു അമുസ്ലിമായ ഒരു ജൂതന്റെ കയ്യിൽ പണയം വെച്ചിരിക്കുകയായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമല്ലേ. അതുകൊണ്ട് എല്ലാ മതവിഭാഗങ്ങളുമായി പണമിടപാടുകൾ നടത്താം, അവർക്ക് കടങ്ങൾ കൊടുക്കാം, അവരെ സഹായിക്കാം, അവരുമായി അങ്ങനെയുള്ള സൗഹാർദ്ദങ്ങൾ ഉണ്ടാക്കാം. അതിലൊന്നും ദീനിൽ യാതൊരു തകരാറോ കുഴപ്പമോ ഇല്ല. അൽഹംദുലില്ലാ അങ്ങനെ പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ സാഹോദര്യത്തോടെ കഴിയുന്ന ഒരു നാട്. ഈ നാട്ടിൽ എല്ലാ മാസവും നല്ല മനോഹരമായ ഒരു മജ്‌ലിസ് അഹ്സനി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നുണ്ട് എന്നറിഞ്ഞു. അൽഹംദുലില്ലാ 1000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന നല്ല ഒരു മജ്‌ലിസാണ്. അല്ലാഹു ആ മജ്‌ലിസിനെയും അല്ലാഹു ഇസ്സത്തുള്ള മജ്‌ലിസാക്കട്ടെ. എല്ലാവരുടെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന ഒരു മജ്‌ലിസായി അല്ലാഹു ആ മജ്‌ലിസ് മാറ്റട്ടെ. ഇൻഷാ അല്ലാഹ് ആ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി ഇവിടെ ഷീറ്റ് ഇടേണ്ടി വരികയാണ്.
സ്വാഭാവികമായും അത് എല്ലാ മാസവും ഇടുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രയാസമുള്ള കാര്യമാണ്. അതൊരു എന്നും നിലനിൽക്കുന്ന ഒരു സംവിധാനമായി മാറിയാൽ അതെല്ലാവർക്കും ഉപകാരമാണ്. അവിടെ വെച്ച് ദിക്ർ ചൊല്ലും, സ്വലാത്ത് ചൊല്ലും, ഖുർആൻ ഓതും, നന്മയാർന്ന പ്രവർത്തനങ്ങൾ നടക്കും. ഒരുപാട് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ ഒരുമിച്ച് കൂടും. അങ്ങനെ നന്മയാർന്ന ഒരു വലിയ മജ്ലിസായ മജ്ലിസ് മാറും. ആ മജ്ലിസ് മാറുമ്പോൾ ഇൻഷാ അല്ലാഹ് ആ മഹത്തായ ഷീറ്റ് ഇടുന്നതിലേക്ക് എന്റെ വക ഒരു 10,000 രൂപ, അല്ലെങ്കിൽ എന്റെ വക ഒരു 5,000 രൂപ, നിങ്ങൾക്ക് എത്രയാണ് സാധിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അങ്ങനെ ഈ പവിത്രമായ രാവിലെ ഒന്ന് തീരുമാനമെടുത്ത് അതിവിടെ അറിയിച്ച് ഈ മജ്ലിസ് പിരിഞ്ഞു പോകുമ്പോ ആ വലിയ നന്മയാർന്ന പ്രവർത്തനവും ചെയ്ത് നമ്മൾ ജാരിയായ ഒരു സദഖയും നൽകി തീരുമാനിച്ച് നമ്മൾ ഈ സദസ്സിൽ നിന്ന് പോയാൽ നമ്മുടെ മുറാദുകള് അല്ലാഹ് നീ ഹസുലാക്കി തരണേ റബ്ബേ, നീ ഇസ്സത്തിലാക്കി തരണേ അല്ലാഹ്, നീ അന്തസ്സിലാക്കി തരണേ റബ്ബേ. മദനിയ മജ്ലിസ് അൽഹംദുലില്ലാഹ് 1631 ദിവസമായി ഒരു ദിവസം പോലും മുടങ്ങാതെ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ മജ്ലിസ് നടക്കുകയാണ്. അൽഹംദുലില്ലാഹ് ആ മഹത്തായ മജ്ലിസ് കൊണ്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 150ഓളം വരുന്ന അഹ്ലു ബൈത്തിലെ മുത്തു റസൂലുള്ളാഹിന്റെ മക്കളായ അഹ്ലു ബൈത്തിലെ പാവപ്പെട്ടവർക്ക് 120 വീട് പൂർണ്ണമായും 30ഓളം വീടുകൾ ഭാഗികമായും നിർമ്മിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് 313 നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ്. അതിനു മുമ്പ് ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ റബ്ബേ എന്നാണ് ഈ സാധുവായ എന്റെ പ്രാർത്ഥന. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. എവിടെ ചെന്നാലും അതിലേക്കുള്ള സംഭാവനകൾ പറയുന്ന ആളുകൾ, സ്വർണത്തിന്റെ മോതിരങ്ങളും ചിറ്റുകളും മാലകളും ഒക്കെ കൊടുത്തയക്കുന്ന ഒരുപാട് ആളുകൾ. അള്ളാഹുവേ, അവർക്ക് നാളെ ഫാത്തിമ ഉമ്മാന്റെ കയ്യിൽ നിന്ന് സ്വർഗീയമായ ആഭരണം നീ ധരിപ്പിക്കണേ അല്ലാഹ്. എന്തെല്ലാം നീയത്തുകൾ അവരുടെ കൽബിലുണ്ടോ ആ നീയത്തുകൾ നീ പൂർത്തിയാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അങ്ങനെ ഇൻഷാ അല്ലാഹ് മദനിയത്തിന്റെ 5ാം വാർഷികം നടക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും ദിക്റും സ്വലാത്തും ഹദ്ദാദും അത് ജീവിതത്തിന്റെ ഭാഗമാകണം. രാത്രി കിടന്നുറങ്ങുമ്പോ ആ ദിക്റുകൾ ചൊല്ലി കിടന്നുറങ്ങാൻ കഴിയണം. ഹറാമുകൾ കണ്ട് കിടന്നുറങ്ങല്ല, വൃത്തികേടുകൾ കണ്ട് കിടന്നുറങ്ങല്ല, തോന്നിവാസങ്ങൾ കണ്ട് കിടന്നുറങ്ങല്ല, അന്യ പെണ്ണിന്റെ നഗ്നതകൾ കണ്ട് കിടന്നുറങ്ങല്ല, അന്യ പുരുഷന്റെ നഗ്നതകൾ കണ്ട് കിടന്നുറങ്ങല്ല. ആ ഉറക്ക് അവസാനത്തെ ഉറക്കായാലോ നഊദു ബില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാഹ്. അവസാന സമയം നന്നാവണം മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ. അല്ലാഹ് എത്ര വലിയ സൗഭാഗ്യമാണ് തന്നത്. മുത്തു റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ ഒരു മെമ്പറാക്കിയില്ലേ. അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലാം സ്വഹാബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ മഹബൂബിൻ തേരു പാദം ചുംബിച്ച മണ്ണിൽ വാണിരുന്നെങ്കിൽ ഞാൻ റൗളത്തുൽ ഫിർദൗസിലെ ചേറു പ്രാണിയായിരുന്നെങ്കിൽ ഞാൻ മക്കയിൽ ജനിച്ചില്ല, മദീനയിൽ വാണില്ല, മുത്തു റസൂലുള്ളാഹി തങ്ങളെ നഗ്ന നേത്രം കൊണ്ട് കണ്ടില്ല. ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ അല്ലാഹു സൗഭാഗ്യം തന്നില്ല. പക്ഷേ അല്ലാഹു തന്നൊരു സൗഭാഗ്യമുണ്ട്. ആ ഉമ്മത്തിൽ അല്ലാഹു നമ്മളെ ഒരു മെമ്പറാക്കിയില്ലേ. എത്ര കോടി കൊടുത്താലും തീരുമോ? കോടി 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 കണക്കിന് മില്യണും ട്രില്യണും ബില്യണും
കൊടുത്താലും തീരാത്ത സൗഭാഗ്യമല്ലേ അല്ലാഹു നമുക്ക് തന്നത്. ആ ഉമ്മത്തിൽ അല്ലാഹു നമ്മളൊരു മെമ്പറാക്കിയില്ലേ. ഇനി നമ്മുടെ ആഗ്രഹമാണ് ഈമാനോടുകൂടെ മരിക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിലായി മരിക്കണം, ആരെയും കുറ്റം പറയാതെ ഇതര മത സമുദായങ്ങളെ ബഹുമാനിച്ച് ആദരിച്ച് അവർക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് അങ്ങനെ സ്നേഹമസരണമായ ഒരു ജീവിതവും നയിച്ച് നല്ലവരായി ഒരു മുഅ്മിനിന്റെ എല്ലാ ക്വാളിറ്റിയും പൂർണ്ണമായി കാത്തു സൂക്ഷിച്ച് ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്ന് ഓ പൊന്നുമോളെ ഉമ്മയെ അനുസരിക്കണേ, ഉപ്പയെ അനുസരിക്കണേ, ഉമ്മയെ ധിക്കരിക്കല്ല, ഉമ്മയോട് ദേഷ്യം പിടിക്കല്ല, എന്തൊരു ശല്യമായി എന്ന് ഉമ്മയോട് പറയല്ല, ഉമ്മ പറഞ്ഞത് അനുസരിക്കാനുള്ള മനസ്സ് കാണിക്കേ. സദാസമയവും മൊബൈലാണ്, രാത്രി 3 മണി വരെ മൊബൈലിൽ കളിക്കുകയാണ്. ഉമ്മ പറയുന്ന എന്ത് കളിയാണ്, നീ എന്താണ് മൊബൈലിൽ ഇങ്ങനെ കളിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഉമ്മ അടങ്ങിയിരുന്നോ, എന്റെ വിഷയത്തിൽ നിങ്ങൾ ഇടപെടണ്ട എന്ന് ധിക്കാരപൂർവം പറയുന്ന മക്കളില്ലേ. നിങ്ങൾക്കും കല്യാണം കഴിക്കണ്ടേ, നിങ്ങൾക്കും മക്കളുണ്ടാകണ്ടേ, നിങ്ങളോടും മക്കൾ അങ്ങനെ അതെ തർക്കിക്കുന്ന നിങ്ങൾക്കെതിരെയും മക്കൾ തിരിയുന്ന ഒരു കാലഘട്ടം വരൂലേ. എന്തേ ചിന്തിക്കാത്തത് പെങ്ങളെ? ഓ സഹോദരി, കല്യാണത്തിന്റെ പേരിൽ ലിപ്സ്റ്റിക്കും പുരട്ടിയിട്ട് അങ്ങ് ഇറങ്ങിയാൽ എല്ലാമായി എന്ന ചിന്തയാണോ? രക്ഷിതാക്കളെ എത്രമാത്രം മോശമായ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. ഉമ്മയുടെ അടിവയറ്റിലേക്ക് കത്തി കുത്തി ഇറക്കുന്ന മക്കളുള്ള കാലഘട്ടം, പിതാവിന്റെ കഴുത്തിലേക്ക് കത്തിയെടുത്ത് ആ കത്തി കൊണ്ട് പിതാവിനെ കൊന്നുകളയുന്ന കാലഘട്ടം. അഊദു ബില്ലാഹ്. അല്ലാഹുവേ, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലായി ഞങ്ങൾക്ക് ജീവിച്ച് മരിക്കണോ. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, എന്റെ സഹോദരങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്റെ സഹോദരങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവലസ്നാ യാ റസൂലല്ലാഹ്, ഞങ്ങളല്ലയോ നബിയെ അങ്ങയുടെ ഇഖ്വാൻ, സഹോദരങ്ങൾ അല്ല സ്വഹാബ, നിങ്ങൾ എന്റെ സഹോദരങ്ങളല്ല, നിങ്ങൾ എന്റെ സ്വഹാബത്താണ്, നിങ്ങൾ എന്റെ കൂട്ടുകാരാണ്, നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണ്. പിന്നെ ആരാണ് നബിയെ തങ്ങളുടെ സഹോദരങ്ങൾ? ആരാണ്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവരെന്നെ കണ്ടിട്ടില്ല, അവരെന്നെ കാണാതെ ദീനിലേക്ക് വന്നവരാണ്. എന്റെ പേര് അവരുടെ അടുക്കൽ പറഞ്ഞാൽ അവരാവേശം കൊള്ളും സ്വഹാബ, അവരെന്നെ കാണാൻ കൊതിക്കുന്നു സ്വഹാബ. എന്നെ കണ്ടുകൊണ്ട് അവര് ദീനിലേക്ക് വന്നവരല്ല, എന്നെ കേട്ടറിഞ്ഞ് ദീനിലേക്ക് വന്നവരാണ്. അവരാണ് എന്റെ സഹോദരങ്ങളെ, അവര് എന്റെ സമുദായത്തിലെ അവസാന കാലഘട്ടക്കാരാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങളെ പറയുമ്പോ ഹൃദയാന്തരങ്ങളിൽ ആവേശമുള്ളവരാകണം. ആ ഇഖ്വാനുകളിൽ നമുക്ക് പെടണം. ആ ഉമ്മത്തിൽ മെമ്പറായി ഈമാനോടുകൂടെ ജീവിച്ച് നമുക്ക് മരിക്കണം. അതിന് സമയം ശ്രദ്ധിക്കണേ മക്കളെ, സഹോദരങ്ങളെ, പെങ്ങളെ, ധിക്കരിക്കല്ല, ഉമ്മാനെ ധിക്കരിക്കല്ല, ഉപ്പാനെ ധിക്കരിക്കല്ല. ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടു. ആ മകനെ കുറിച്ച് ഉമ്മ പറയാണ്, ഉസ്താദേ, എന്റെ മകൻ എന്നെ വല്ലാതെ അടിക്കും ഉസ്താദേ. ഞാൻ ആ ചെറുപ്പക്കാരൻ അടുത്തേക്ക് വിളിച്ചു, കൂട്ടുകാരാ, പൊന്നു മോനെ, നീ എന്താണ് ചെയ്യുന്നത്? 2 കൈകളെടുത്തിട്ട് അവന്റെ കണ്ണിന്റെ മുകളിൽ ഞാൻ വെച്ചു. ഇരുട്ടല്ലയോടാ നിന്റെ കണ്ണിൽ കാണുന്നത്? അതെ ഉസ്താദേ, എന്റെ കണ്ണിൽ ഇരുട്ടാണ്. ഇപ്പോൾ നിനക്ക് എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ?
ഇല്ല ഇല്ല, പൂർണ്ണമായ ഇരുട്ടാണ്, കൂരിരുട്ടാണ്. ഞാൻ ചോദിച്ചോട്ടേടാ, നിന്റെ ഈ കണ്ണിന്റെ കാഴ്ച ശക്തി പോയാൽ നിന്റെ അവസ്ഥ എന്താണ് മോനെ? കരയാൻ തുടങ്ങിയ ചെറുപ്പക്കാരൻ കണ്ണിലൂടെ കണ്ണുനീരുകൾ വരാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, എടാ, നിന്റെ ഉമ്മ പോയാലേ നിന്റെ ഉമ്മയുടെ വില നിനക്ക് അറിയുകയുള്ളൂ. വീട്ടിലേക്ക് നീ കയറി ചെല്ലുമ്പോ ഉമ്മ എന്ന് വിളിക്കാൻ ഒരു ഉമ്മ അവിടെയുണ്ടെങ്കിലേ നിന്റെ അവസ്ഥ എന്തൊരു സന്തോഷമാണ്. വിളി കേൾക്കാൻ ഒരു ഉമ്മ അവിടെ ഇല്ലെങ്കിലോ നിന്റെ വേദന എത്ര വലിയ വേദനയാണ്. ഉമ്മാന്റെ മുമ്പിൽ വെച്ച് ആ കൂട്ടുകാരൻ, ആ ചെറുപ്പക്കാരൻ കരയുകയാണ്. ഉമ്മാന്റെ കൈ പിടിച്ചു, ചുംബിച്ചു. ഇല്ല ഉസ്താദേ, ഇനി ഒരിക്കലും എന്റെ ഉമ്മാന്റെ ശരീരത്തിലേക്ക് ഞാൻ കൈവെക്കൂല. ചിന്തകൾക്കാണ് നന്മകൾ വേണ്ടത്, ചിന്തിക്കുകയാണ് നമ്മൾ വേണ്ടത്. അതുകൊണ്ട് എല്ലാ ചെറുപ്പക്കാരോടും, എല്ലാ സഹോദരിമാരോടും, എല്ലാ പെൺമക്കളോടും പറയട്ടെ, ഉമ്മയെ ധിക്കരിക്കല്ല. എത്ര രാത്രികളിലാ ഉമ്മ നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ചത്, എത്ര രാത്രികളിലാ ഉമ്മ കരഞ്ഞത്, എത്ര രാത്രികളിലാ അമ്മമാര് കരഞ്ഞത്, മാതാപിതാക്കൾ കരഞ്ഞത്, എത്ര രാത്രികളിലാ അവര് എഴുന്നേറ്റ് നടന്നത്. വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നില്ലേ, ഇടതു ഭാഗത്തേക്ക് കമിഴ്ന്ന് കിടന്നില്ലേ. അപ്പോഴും എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കല്ല അല്ലാ എന്ന് ദുആ ചെയ്ത് എത്ര രാത്രികളിലാണ് ഉമ്മ ചെലവഴിച്ചത്. ആ ഉമ്മ ഒരു ദിവസം മരിച്ചാലോ, ആ ഉമ്മ മരിക്കുമ്പോഴാണ് ആ ഉമ്മയുടെ വേദന അറിയുക. അതുകൊണ്ട് വേണ്ട, ഉമ്മമാരോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും നിലനിർത്തണേ. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ.